ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 46-ാം വാക്യം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഈശോ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക അല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും? ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. നമുക്ക് നന്മ ചെയ്യുന്നവർക്ക് തിരിച്ച് നന്മ ചെയ്യാറുണ്ട്. നമ്മളെ ചിരിച്ച് കാണിക്കുന്നവരോട് തിരിച്ച് ചിരിച്ച് കാണിക്കാറുണ്ട് അല്ലേ? സ്നേഹിക്കാത്ത ആരെയെങ്കിലും നമ്മൾ സ്നേഹിക്കാറുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഭയങ്കര പ്രയാസമോ. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയതേ, നീ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് ഒന്നും കിട്ടത്തില്ല. കാരണം നീ തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാ സ്നേഹിക്കുന്നത്. ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവൻ എന്നെ തിരിച്ച് സ്നേഹിക്കണം. ഞാൻ ഒരാളോട് ചിരിച്ചു കാണിച്ചാൽ അവൻ എന്നോടും ചിരിച്ച് കാണിക്കണം. ചിരിച്ച് കാണിച്ചില്ല ഞാൻ പിന്നെ ചിരിച്ച് കാണിക്കുമോ? ഇല്ല. തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ വിലയുണ്ടാവുകയില്ല എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. കൊടുക്കണം. നമ്മൾ പലപ്പോഴും ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് പോലും പലതും പ്രതീക്ഷിച്ചിട്ട് അല്ലെ? മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും സ്ഥാനവും വേണം, മറ്റുള്ളവരെന്നെ കുറിച്ച് പുകഴ്ത്തി പറയണം. ഈ ചിന്തയോടുകൂടി മറ്റുള്ളവരെ സഹായിച്ചാല് എന്തെങ്കിലും പ്രയോജനം എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുകയാണ്, നീ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യേണ്ട. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സ്വാർത്ഥതയേറി വരികയാണ്. ഒരാളെ സ്നേഹിക്കുമ്പോഴും ഒരാൾക്ക് നന്മ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് ഇത് തിരിച്ചു കിട്ടണം, എനിക്കിത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ തിരിച്ച് സ്നേഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത്, നീ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടാണോ സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് അല്ലേ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. തിരിച്ചൊന്നും നീ പ്രതീക്ഷിക്കരുത്. ഒരാളെ സ്നേഹിക്കുമ്പോഴും ഒരാൾക്ക് നന്മ ചെയ്യുമ്പോഴും അവന്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. എൻ്റെ നന്മയോ എൻ്റെ നേട്ടമോ എൻ്റെ ആഗ്രഹമോ ഉള്ളിൽ കരുതിക്കൊണ്ട് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ പ്രയാസമുള്ള ഒരു കാര്യമായി വചനം പാലിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു വചനം പാലിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതിഫലം നൽകേണ്ടത് ആരാണ്? ഈ മനുഷ്യരാരുമല്ല കേട്ടോ. പലപ്പോഴും മനുഷ്യന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലെ? ദൈവത്തിൽ നിന്ന് പ്രതിഫലവും അംഗീകാരവും ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല. മറിച്ച് ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് പറ്റണം. ഞാനെന്ന ഭാവം വെടിയണം കേട്ടോ. സ്വാർത്ഥത വെടിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും സ്വാർത്ഥത പൂർണ്ണമായിട്ട് വെടിയാം. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. നമ്മളോട് തിരിച്ച് ശത്രുതയുള്ളവരാണെ പോലും അവരെയും മാറ്റി നിർത്തുക. എൻ്റെ ജീവിതത്തിൽ ആരും മാറ്റി നിർത്തും? എല്ലാവരെയും ചേർത്ത്. ഈശോയുടെ പ്രത്യേകത അത് തന്നെയാണ് അല്ലേ? ഈശോ എല്ലാവരെയും ചേർത്ത് നിർത്തി. പാപികളുണ്ട്, രോഗികളുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, പണക്കാരുണ്ട്, ആരെയും അവൻ മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും ചേർത്ത് നിർത്താനായിട്ട്, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവൻ സ്നേഹിക്കും. നമ്മളെ പോലും ഈശോ സ്നേഹിക്കുന്നത് എങ്ങനെയാ? എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? തന്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? തിരിച്ച് പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൂഹമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.